ബിരിയാണി ഉണ്ടാക്കി കഷ്ടപ്പെടാനും വയ്യ, ചോറിന് കുറേ കറികൾ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് തല പുകയ്ക്കുന്ന എന്നെപ്പോലെയുള്ള മടിയന്മാർക്കും മടിച്ചുകൾക്കും പറ്റുന്ന ഒരു കിടുക്കാച്ചി സാധനമാണ് ഇറച്ചിച്ചോറ്. പണ്ട് ഗൾഫിലുള്ള സമയത്താണ് ഞാനിത് ആദ്യമായിട്ടും അവസാനമായിട്ടും കഴിക്കുന്നത്. നാട്ടിലെ റെസ്റ്റോറൻറ്റ്സിൽ വല്ലതും ഇറച്ചിച്ചോറ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും മെനു കാർഡ് മുഴുവനും അരിച്ചു പെറുക്കി അവസാനം ബിരിയാണി ഓർഡർ ചെയ്യുന്ന എൻ്റെ കണ്ണിൽ ചിലപ്പോൾ പെടാണ്ടുമായിരിക്കും. ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. ഒരു 10-25 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബീഫിൻ്റെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ടുള്ളതൊക്കെ ബീഫിൻ്റെ ഇറച്ചിച്ചോറാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു ആ സുദിനം. ഞാൻ ആദ്യമായിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കി. ഫസ്റ്റ് പരീക്ഷണം തന്നെ വൻ വിജയമായിരുന്നു. ഇറച്ചിച്ചോറിൻ്റെ ഒപ്പം നല്ല തൈര് ഒഴിച്ചിട്ടുള്ള സാലഡും നല്ലൊരു കോഴിമുട്ടയും നല്ല പപ്പടവും കുറച്ച് അച്ചാറും, ആഹാ സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഞാൻ ചുമ്മാ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കുന്നതല്ല, സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇറച്ചിച്ചോറ് കഴിച്ചിട്ടുള്ളവരും ഉണ്ടാക്കിയിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ടാറ്റ.